ഇപ്പം ചില ആളുകളൊക്കെ കാണാലോ, ചില ആളുകളൊക്കെ മരിച്ച വീട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ മനോരമ വായിക്കുന്നുണ്ടാകും, വേറെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടാകും. ഏതുണ്ടാവില്ല? ഖുർആൻ ഓതുന്നുണ്ടാവില്ല. എന്താണ് അവർ പഠിപ്പിക്കണത്? ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ചാൽ ഏത് ഓതാൻ പറ്റൂല? ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനത്തെ ആൾക്കാർ ഈ വൈക്കൊക്കെ ഇല്ലേ? ഉണ്ടോ? മരിച്ചാൽ ഏത് ഓതാൻ പറ്റൂല? ഖുർആൻ ഓതാൻ പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഓതാൻ പറ്റുമോ പറ്റൂല അല്ലേ? ശരി, എന്നാൽ അങ്ങനെ വെക്കാം. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്നും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നു. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം നമ്മൾ. എന്ന് വെച്ചോളി, ഇപ്പം ഈ സദസ്സിക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു നമ്മളെ ഇന്ന ആൾ മരിച്ചിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടാൽ നിങ്ങളൊക്കെ എന്താ പറയാ? പറയണേ പറഞ്ഞോളി, എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ. അത് ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ പറ്റൂലേ? അല്ല, നമ്മൾ തർക്കത്തിന് നിൽക്കണ്ട, നമുക്ക് ഉള്ള ബുദ്ധി വെച്ചുകൊണ്ട് പറയാം. ഇവരൊക്കെ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ പറ്റൂലേ? ഇന്നാ ലില്ലാഹി ചെല്ലൽ എപ്പോഴാണ്? മരിച്ചിൻ്റെ തലേന്നോ മരിച്ചിൻ്റെ പിറ്റേന്നോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മരിച്ച വാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി ആയത്താണ്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ഏത്? ഖുർആനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഓതാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താക്കേണ്ടി വരും? അങ്ങനത്തെ പോലെ അങ്ങാടിയിൽ എവിടെയെങ്കിലും കാണുമ്പം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. അപ്പം എന്തേന്ന് വെച്ചാൽ അജ്ജ് മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റൂല, പിന്നെ കണ്ടപ്പോൾ ചെല്ലിയെന്നുള്ളൂ പറയാം. അല്ലാണ്ട് എന്താ പറയുക? നമ്മൾ പറയുന്നത് ലേശൊന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കുള്ളൂ അല്ലേ? അപ്പോൾ ലോകത്ത് മരണ വാർത്തയാണ് കേട്ടാൽ ലോകം മുഴുവനും ഖുർആൻ ഓതിക്കൊണ്ടാണ് മരണ വാർത്ത സ്വീകരിക്കേണ്ടത് അല്ലേ? മരിച്ചു എന്ന് കേട്ടാൽ ആ വാർത്ത കേട്ട് സ്വീകരിക്കേണ്ടതിന് എങ്ങനെയാണ്? ഖുർആൻ ഓതിക്കൊണ്ട. ഇന്നാ ലില്ലാഹി. ഇനി നിങ്ങൾ നോക്കി, മയ്യത്തിനെ നമ്മൾ യാത്ര അയക്കാണ് അല്ലേ? അവസാനത്തൊരു നോക്ക് കബറിൽ കണ്ട് താഴ്ത്തി വെക്കുമ്പോൾ കണ്ട് മൂട് കല്ല് വെച്ചു. ഇനി 3 പൊടി മണ്ണ് വാരിട്ട് യാത്രയപ്പ് കൊടുക്കാണ്. ഒന്ന് യാത്ര അയച്ചാണ്. എന്താ ചെല്ലല്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. അത് ആയത്താണോ അല്ലേ? അത് ഖുർആനാണ്. മരിച്ചവർക്ക് ഓതാൻ പറ്റൂലെങ്കിൽ പിന്നെ ഓതാൻ പറ്റുമോ? അത് എന്താണ് ഈ വിഡ്ഢിത്തം പറയണത്? ഇവരോടൊന്നും വാദപ്രതിവാദത്തിനും കോലാഹലത്തിനും നിന്നിട്ട് കാര്യമല്ല. ലോകത്തിലും എല്ലാം കോഴിക്കോട് പോവുക, 13-ാം നമ്പർ ബസ് കയറ്റാം. അത് ഈ കുതിരവട്ടം ബൈക്കാണ് പോവുക, അവിടെ ഇറക്കി കൊടുത്താൽ മതി. അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക? നിങ്ങൾ ഓർത്തു നോക്കും, മരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഖബറിലേക്ക് അവസാനം നമ്മൾ യാത്ര അയക്കുന്നത് എന്താ? മിൻഹാ ഖലഖനാകും അല്ലേ? മയ്യത്ത് നിസ്കരിക്കൽ മരിക്കണീൻ്റെ തലേന്നോ മരിച്ചതിൻ്റെ ശേഷം? എങ്ങനെയുണ്ടായാലും ഇവിടെയൊക്കെ എങ്ങനെ? ഞാൻ ഇവിടെ അങ്ങനെ എപ്പോഴും വരലില്ല, അതുകൊണ്ട് ചോദിച്ചു. ഓരോ നാട്ടിലും ഓരോ മാതിരിയല്ലേ. ഇവിടെ എങ്ങനെ? മരിച്ചിട്ട് തന്നെയല്ലേ കരിച്ചൽ? ശരി. മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റൂല എന്ന് വെച്ചോളൂ നിങ്ങൾ. അപ്പൊ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ തുടങ്ങൽ തന്നെ എങ്ങനെ? അല്ലാഹു അക്ബർ. ദിക്റാണോ അല്ലേ? മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം എങ്ങനെ തുടങ്ങാം? മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങാൻ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ ഏതാ ഓതണത്? ഫാത്തിഹ. ഫാത്തിഹ ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഫാത്തിഹ ഓതാ? നമ്മളൊരു വാദത്തിനും കോലാഹലത്തിനും അല്ല, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിയും കൂടി നമുക്ക് നോക്കണ്ടേ? ഇപ്പൊ ഒക്കെ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ആണോ അല്ലേ? ശരി. ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ ചെല്ലണത്? സ്വലാത്ത്. മരിച്ചാൽ സ്വലാത്ത് എല്ലാം പറ്റുമോ? അതും പറ്റൂല. അപ്പൊ പിന്നെ മയ്യത്ത് നിസ്കാരം? മയ്യത്ത് നിസ്കാരത്തിന്റെ 3-ാമത്തെ തക്ബീറിൽ എന്താ നമ്മൾ ചെല്ലുന്നത്? മയ്യത്തിന് വേണ്ടി ദ്വാരക്കല്. മരിച്ചവർക്ക് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ മയ്യത്ത് കരിച്ചാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ആർക്ക് ദ്വാരക്കണം? മയ്യത്തിന് ദ്വാരക്കണം. മരിച്ചവന് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ഈ ദ്വാര പറ്റുമോ മയ്യത്ത് നിസ്കാരത്തിൽ? തലേന്ന് ചെയ്യേണ്ടി വരില്ല ആൾക്കാർ. ഒരു ഉറങ്ങുമ്പോൾ പോയി കണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. നെട്ടി ഉണർന്നാ ചോദിച്ചാൽ എന്തേന്ന്? അല്ല, മരിച്ചാൽ ഏതായാലും ദ്വാരക്കാൻ പറ്റില്ല, പണ്ട് ദ്വാരക്കാന്ന് വിചാരിച്ചാണ്. അത് നടക്കുമോ? മയ്യത്തിന്റെ 4-ാമത്തെ തക്ബീർ ചൊല്ലിയാൽ എന്ത് ദ്വാരക്കണം? വഗ്ഫിർ ലനാ വലഹു. നിസ്കരിച്ച ഞമ്മക്കും ഓൽക്കും ദ്വാരക്കണം അല്ലേ? പറ്റൂലെങ്കിൽ പിന്നെ അത് പറ്റുമോ? എന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ബഹുമാനമാണ്.
മുഅ്മിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ബഹുമാനമാണ് മയ്യത്തിന് കൊടുക്കുന്ന അങ്ങേയറ്റത്തെ ബഹുമാനം. ഹയാത്തിലുള്ളതിനേക്കാൾ ബഹുമാനം കൂടും മരിച്ചാൽ. ഇപ്പം നിങ്ങൾ മൂന്നാളും അടുത്തിരിക്കുകയാണ് അല്ലേ? ഒരു ലോകത്തിൽ ഇപ്പം നിങ്ങളോട് കൈ കുറച്ചാണ് വെക്കുക. ഒന്നാണ് തള്ളിന്ന് വിചാരിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഒന്നാണ് ഉന്തിന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ കസാര കുറച്ചാണ് നീങ്ങുമെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? മയ്യത്തിൻ്റെ കൈ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മരിച്ചാൽ ഇസ്ലാമിൽ ബഹുമാനം ആദരവും വർദ്ധിക്കണം. ഒരു മയ്യത്തിന് തൊടുമ്പോൾ അത്ര ബഹുമാനം വേണം. മയ്യത്തുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും ഹയാത്തിലുള്ളതുപോലെയല്ല. ഹയാത്തിലുള്ള ആളോട് കുറച്ചാണ് നിൽക്കുകയെന്ന് പറയാൻ കുറച്ചാണ്. മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഷക്രിയകൾ കുളിപ്പിക്കുന്ന ആളോട് ആദ്യത്തെ ഓർഡർ എന്താണ്? കുളിപ്പിക്കുന്ന ആളോട് ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അയാളെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അതൊരാളോട് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാനിങ്ങനെ തരീക്കെട്ടി കുപ്പായിട്ട് ബനിയനിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് അല്ലേ? ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേറെ വല്ല അടയാളങ്ങളുണ്ടെങ്കിലോ ഒരു പക്ഷെ തീപ്പൊള്ളി അടയാളം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് ഇതൊക്കെ കാണാൻ പറ്റൂലേ? പറ്റും. അയാൾ മയ്യത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയണ അയാളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോഴല്ലേ അറിയണത് എന്തൊക്കെയാ അയാളെ പുറത്തുള്ള അടയാളം. പറയാൻ പാടുണ്ടോ? ആരോടെങ്കിലും പറയാൻ പാടുണ്ടോ? അങ്ങനത്തെ ആളെ മയ്യത്ത് കുളിപ്പിക്കാൻ നിർത്താനും പാടില്ല. അത് മയ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനാണ്. അല്ലാഹു റബ്ബി, മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ എത്രമാത്രം നോക്കണം. നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മയ്യത്തിനെ ഒന്ന് ഉയർത്തി പിടിച്ചു, ഒന്ന് ചെരിച്ചു പിടിച്ചു, മയ്യത്തിനൊരു മൂത്രം പുറത്തു പോയി, അല്ലെങ്കിൽ മയ്യത്തിൽ നിന്ന് എന്ത് വന്നു, ഒരു മാലിന്യം പുറത്തേക്ക് വന്നു, മറ്റൊരാളോട് പറയാൻ പാടുണ്ടോ? അവനെ കുളിപ്പിക്കുന്ന സമയത്ത് ആകെ അങ്ങനത്തെ ഒരാളെ മയ്യത്തിനെ തൊടാൻ അനുവദിക്കാൻ പാടില്ല. മരണാനന്തരം ഇസ്ലാം വലിയ ബഹുമാനം കൊടുക്കണം. മയ്യത്തിന് പല്ല് തേച്ചു കൊടുക്കണം അല്ലേ? എങ്ങനെ പല്ല് തേച്ചു കൊടുക്കണം? നമ്മളെ വിരലിൽ ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി കൊണ്ട് എന്താക്കണം, നമ്മൾ പല്ല് തേച്ചു കൊടുക്കണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ തുണിക്കഷ്ണം എടുത്തിട്ട് ദൂരെ വെക്കണം. മനസ്സിലായോ? ചിലപ്പോൾ മയ്യത്തെ 14 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 4 ദിവസം ICUവിൽ കിടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരാളെ ശരീരത്തിൽ വായിൽ വിരലിട്ടാൽ അത് രണ്ടാമതിന് എടുക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാകും? അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. അത് ഇവന് വിഷമായിട്ട് അല്ലേ? അതുകൊണ്ട് ഒരു തുണി ചുറ്റിയിട്ട് ആ തുണി പിന്നാണ്ട് ഒഴിവാക്കുക. മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരണാനന്തര ജീവിതം, ലോകം, ഇസ്ലാം അതിനെത്ര ബഹുമാനമാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്ലാമിൽ മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ, ഇസ്ലാമിൽ മയ്യത്ത് കഫൻ ചെയ്യുന്നത് പോലെ, ഇസ്ലാമിൽ മയ്യത്ത് പരിപാലിക്കുന്ന പോലെ ലോകത്തെ ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഇസ്ലാമിൽ മയ്യത്തിന് കൊടുക്കുന്ന ബഹുമാനം പോലെ ലോകത്തെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? കമലാസുരയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായത് മയ്യത്ത് സംസ്കരണവുമായി പഠിച്ചപ്പോഴാണ്. കമലാസുരയ്യ പറഞ്ഞു, ഡെഡ് ബോഡിക്ക് ഇത്രയധികം ആദരവ് കൊടുക്കുന്ന ഒരു ആശയം ഇസ്ലാം അല്ലാതെ വേറെ കാണുകയില്ല. ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ തന്നെ എൻ്റെ ചിതക്ക് തീ കൊടുക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കമലാസുരയ്യ എന്തായത് ഇസ്ലാം മതം സ്വീകരിച്ചത്. മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിൽ അത്ര പ്രാധാന്യമുള്ളതാണ്. മരണാനന്തര ശേഷക്രിയകൾ, അല്ലാ, മയ്യത്ത് കഫം ചെയ്യുന്നത്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തുണി നല്ല പുതിയ തുണി. അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹാന്മാരുമായ ആളുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാ എന്ന് വിശ്വാസമുള്ള ഒരാൾ മയ്യത്തായാൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ടത് ഇസ്ലാം അത് മറ്റു മതക്കാരെ മയ്യത്തിനും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുന്നു, ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ അതൊരു ജൂതന്റെ മയ്യത്താണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊരു മനുഷ്യൻ്റെതല്ലേ? സ്വഹാബാക്കൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ അതൊരു ജൂതന്റെ മയ്യത്താണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചത് എന്താ? ജൂതനോ ക്രിസ്ത്യാനിയോ എന്നല്ല, അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്നാ റസൂലുള്ളാഹി ചോദിച്ചത്. മനുഷ്യന്റെ ഡെഡ് ബോഡി അതിന് ചെറിയ ബഹുമാനമല്ല. പരിശുദ്ധ ഇസ്ലാം അതിനത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ട് മരണാനന്തരം ദിക്റ് ചൊല്ലാൻ പാടില്ല, അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ ഇസ്ലാമിന്റെ ബാലപാഠം പോലും മാന്യമായി പഠിച്ചിട്ടില്ല. പഠിക്കുന്നത് ഒരു റൂട്ട് കൂടെ പഠിക്കണം. ഓടാപ്പം നമ്മളൊക്കെ ഓടിയില്ലേ വരെ വയ്ക്കും. പക്ഷെ ഓട്ട മത്സരത്തിൽ വല്ല മാർക്കും നമുക്ക് കിട്ടിയോ? ആ PT ഉഷ ലൈനിൽ ഓടിയതുകൊണ്ടല്ലേ പോളി രക്ഷപ്പെട്ടത്. അല്ലേ? അള്ളാഹു ഖൈർ തരട്ടെ. നമ്മൾ ഓർമ്മിക്കണം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇസ്ലാമല്ല. ഇസ്ലാമിക രീതി അനുസരിച്ച് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമുക്ക് അത്ഭുതപ്പെടും. എന്താണ്? മരണ വീട്ടിലെല്ലാവരും ഇങ്ങനെ പലരും ഇരിക്കാം, അതിൻ്റെ ഇടയിൽ അല്ലേ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഇബ്ലീസിന് അവിടെ ഇരിക്കാൻ കഴിയൂല, ശൈത്താന് ഖുർആൻ കേട്ട് നിൽക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ ശൈത്താന്റെ ശല്യം ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അൽ ബഖറ സൂറത്ത് ഓതണം. പെട്ടെന്ന് തീരാൻ വേഗം ആയത്തുൽ കുർസി ഓതുക. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടിച്ചാടുക, അതേപോലെ തന്നെ ചില കുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇങ്ങനത്തെ ഒക്കെ ശൈത്താനിയത്തിന്റെ അസുഖം ഉണ്ടാവും ചിലപ്പോൾ. അതിനെന്താ മരുന്ന്? അൽ ബഖറ ഓതുക, വീട്ടിൽ ആയത്തുൽ കുർസി ഓതുക. എന്തുകൊണ്ട്? ആ തരം സൂറത്തുകളൊന്നും ഓതുന്നത് കേട്ടാൽ പിശാചിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഓരോന്നിനും ഓരോ രീതിയാണ്. നല്ല കൊതുക് അടിച്ചാണിച്ചാൽ എന്ത് മതി? അത്തറ് വരച്ചാൽ മതി. എന്നാൽ കൊതുക് എന്ത് ചെയ്യും? പോകും. അത്തറ് പൈസ കൊടുത്ത് വാങ്ങണമെന്ന് മാത്രം. ഇന്നാളെ ഞാൻ ഒരു പീടിയിൽ അത്തറ് വാങ്ങാൻ കയറി. അതിൽ ആ കുട്ടിയൊന്ന് ഇവിടെ തേച്ചെന്ന്. അതൊന്ന് മണത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇവിടെ തേച്ചെന്ന്. രണ്ടാമത്തെ മണം. മൂന്നാമത്തെ ഒന്ന് ഇവിടെ തേച്ചു. 3 എണ്ണം തേച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി ഇത് വേദനക്ക് തേക്കണതാണോ? കാരണം എന്തെങ്കിലും ഒരു മണം കിട്ടണ്ടേ. അപ്പോൾ അത്തറ എന്ന് പറഞ്ഞാൽ നല്ല വാസനയുള്ള അത്തറാണ് തേച്ചാൽ അവിടെ ആര് നിൽക്കൂല? കൊതുക് പോലത്തെ ജീവികൾ നിൽക്കൂല. കാരണം എന്തുകൊണ്ട്? അവർ മാലിന്യത്തിലാണ് വളരുക. അവർ മാലിന്യത്തിൽ വളരുന്ന ജീവിയാണ്. പഴയ കാരണന്മാർ രാത്രി ഉറങ്ങണ സമയത്തെ അർജാൻ ചെടിമെന്ന് ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും? തലക്കുമ്പാത്ത് വെക്കും. അതിൻ്റെ വാസന കേട്ടാൽ ആര് വരൂല? കൊതുക് വരൂല. അത് ഓരോന്നിനും ഓരോന്ന് വിഷമായി നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇബ്ലീസിന് വലിയ വിഷം, ശൈത്താന് വലിയ വിഷമാണ് ഏത്? ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞത്. ഖുർആൻ ഓതിനോടുന്ന് ശൈത്താൻ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കായിട്ടാണ് നിങ്ങൾ കാണാത്തത്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണം. നമ്മൾ നാളെ മരിച്ച പേരിൽ കൂടി നിറയെ ആൾക്കാരുണ്ട്, അവരിവരൊക്കെ ആയിട്ട് ഒരാൾ ഇരിക്കലും മറ്റുമൊക്കെ. അപ്പം എന്നാ മയ്യത്തെടുക്കല്ലേ? മയ്യത്തിന് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ കാലിയാർ അൽ ഫാത്തിഹ അതാണ് കേട്ടതോടുകൂടി ആ കസാലിൽ നിന്ന് ഒരാൾ നീച്ച്, ഈ കസാലിൽ നിന്ന് ഒരാൾ നീച്ച്, ആ കസാലിൽ നിന്ന് ഒരാൾ നീച്ച്, ഫാത്തിഹാണ് തുടങ്ങിയപ്പോൾ അതിന് അങ്ങനെ പോകൽ തുടങ്ങി. ഖുർആൻ ഓതിയാ ശൈത്താൻ പോകൂലേ? ഞാൻ കണ്ടതാണ് ശൈത്താൻ പോണത്. അവിടെയൊക്കെ ആര് വന്നിരുന്ന്? അവിടെയൊക്കെ മോമിനിങ്ങൾ വന്നിരുന്ന്. കാരണം ഖുർആൻ ഓതുമ്പോൾ മോമിനിങ്ങളും മലക്കളും എന്താവും? അവരിങ്ങോട്ട് അടുത്തേക്ക് വരും. ശൈത്താനോ? ശൈത്താൻ അഴുത് കേട്ടാൽ തന്നെ പോകൽ തുടങ്ങും. നിങ്ങൾ കണ്ടിക്കണത്? നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ്. ഞാനീ പുറംകളി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കൽ നശിക്കലല്ല. പിന്നെയോ അൽ മൗത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ, മൗത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അതിൻ്റെ താരീഫ് ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്റാ, നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക. ആ താമസം മാറുന്ന സ്ഥലത്ത് അവിടെ സന്തോഷം കിട്ടാൻ, നമ്മൾ താമസം മാറിപ്പോകുമ്പോൾ ആ താമസം മാറിപ്പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ലോകം അത് ബർസഖി ലോകമാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ശരീരവും ആത്മാവും ചേർന്ന ലോകമാണ് ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ? ശരീരത്തിന് ഇരിക്കാൻ ചെയർ വേണം, ശരീരത്തിന് ഇരിക്കാൻ കിടക്ക വേണം, ശരീരത്തിന് കഴിക്കാൻ ഭക്ഷണം വേണം, അല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ താമസിച്ചല്ലോ, അന്ന് കിടക്കണ്ടായിരുന്നു, ചെയർ ഉണ്ടായിരുന്നു, അവിടെ വായു ഉണ്ടായിരുന്നു, അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഉമ്മയുടെ ഗർഭാശയത്തിൽ എങ്ങനെയെല്ലാം കിട്ടിയത് പോട്ടെ. ഒരു കോഴിമുട്ട നോക്കാം. ഒരു കോഴിമുട്ട നമ്മളെ പെടക്കോഴി എന്ത് ചെയ്യും? അങ്ങനെ ജറക് വിരിച്ചിട്ട് അതിന് അടയിരിക്കാന്നാ പറയാ, അല്ലേ? എന്താ പറയല്? അല്ലേ? ഇപ്പൊ അതിന് കോഴി തന്നെയല്ല, പിന്നല്ല അടയിരിക്കല്. കോഴിൻ്റെ ഒപ്പം പല പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? കോഴികളെല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ കോഴി കൂകലാണോ സുബൈ ബാങ്കാണോ ആദ്യം എന്ന് വെച്ചു. അപ്പോൾ ഒരു പറഞ്ഞു രണ്ടും കേക്ക, ഏതാ ആദ്യം എന്നല്ല. ഒരു രണ്ടിനും നിശ്ചയില്ല. പിന്നെ ഇപ്പം എന്താ പറയാ?
അപ്പൊ കോഴിക്കിങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടിയിട്ട് മുട്ടയിട്ട് ഇടിക്കും. അപ്പൊ എത്ര ദിവസം ഇരിക്കണം കോഴി? 8 ദിവസം കഴിയുമ്പോൾ കോഴിമുട്ടയുടെ ഉള്ളിൽ കുഞ്ഞ് രൂപപ്പെടും അല്ലേ? 10 ദിവസം ആക്കുമ്പോൾ ജറക് പൂർത്തിയാകും. 12ാമത്തെ ദിവസം കാല് മുളച്ചിട്ട് ആ കാല് എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് വളഞ്ഞു വരണം. അതിന്റെ പാകത്തെ പിന്നെ ബെൻഡൊക്കെ അതിനുണ്ടാവണം അല്ലേ? അങ്ങനെ വളർന്ന് വന്ന് 18ാമത്തെ ദിവസം കൊക്ക് വരും. 19, 20 ആകുമ്പോൾ കൊക്കിന് ഉറപ്പ് കൂടും. 21ാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് ആ കോഴിമുട്ട പൊട്ടിച്ചിട്ട് എവിടെ വരും? പുറത്തേക്ക് വരും. ഈ 21 ദിവസം ഈ മുട്ടയുടെ ഉള്ളിൽ ആ കോഴിക്കുഞ്ഞ് വളർന്നപ്പോൾ എങ്ങനെ വായു കിട്ടി? എങ്ങനെ വെള്ളം കിട്ടി? അതിന് ഭക്ഷണം എങ്ങനെ കിട്ടി? അത് ചെയ്തു കൊടുത്ത ഉടമസ്ഥന്റെ പേരാണ് അല്ലാഹ്. ആ കോഴിക്കുഞ്ഞ് പുറത്തു വന്നു. സാധാരണ ഉമ്മ കോഴിക്കുഞ്ഞുങ്ങളെ മൂടി വെക്കലുണ്ട്. എങ്ങനെ? അത് കൊട്ടോണ്ടാ മൂടല്. ആ കൊട്ട വായു കിടക്കണ കൊട്ടയാണ് അല്ലേ? ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്തപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ മൂടി വെച്ചത് ആരാ അറിയോ? ചെറിയ മോളാണ്. എന്തുകൊണ്ടാ മൂടിയത്? ചെമ്പ് കൊണ്ടാ മൂടിയത്. ഉമ്മ വന്നിങ്ങാണ്ട് ചെമ്പ് പൊക്കി നോക്കുമ്പോൾ ഒറ്റ കുട്ടിക്ക് ജീവനുണ്ടോ? അപ്പൊ ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ എങ്ങനെ കിട്ടി വായു? എങ്ങനെ കിട്ടി വെള്ളം? എങ്ങനെ ജീവൻ നിലനിർത്തി? അത് റൂഹിന്റെ ലോകം എങ്ങനെ നിർത്തി? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ താമസിക്കുമ്പോൾ ബുദ്ധി വേണം. അല്ലെങ്കിൽ സായിപ്പും മാതാമി മലപ്പുറത്ത് വന്ന മതിരോ? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിങ്ങോണ്ട് നിൽക്കുകയാണ്. അപ്പൊ പോയ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നവരും ഒരു സാഹിബും മാതാമിയും കൂടി എവിടെ വന്ന് കണ്ട്? മലപ്പുറത്ത് വന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? നിങ്ങളെടുത്ത് പല വിവരം അറിയാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇയാൾ പറയാം, അതിനല്ലേ ഉസ്താദെ നിങ്ങളെ വിളിച്ചത്? ഇതിപ്പോ അതിൽ പട്ടിപ്പെട്ടാലും. അപ്പൊ അവിടെ വന്ന് നോക്കുമ്പോ ഒരു രായികാക്കാന്റെ കച്ചവടം ഞാൻ മലപ്പുറത്ത് കുന്നിന്റെ മുകളിൽ. അയാളോട് അന്ന് ഒരു ചായ ചോദിച്ചാ പണ്ടെങ്ങനെ ചായ വരല്? ചായ എങ്ങനെ അല്ലേ? ഇപ്പൊ ചായ വരല് ഇപ്പൊ ഇങ്ങനെ കുത്തി കലക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് തരലാണ്. പണ്ട് ചായ ഇങ്ങനെ ആറ്റിയിട്ട് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ആറ്റിയിട്ട്. അപ്പൊ സായിപ്പും മാതാമിയും കൂടി വന്നിട്ട് ചായ മക്കാനിലും കഴിഞ്ഞ് അപ്പോൾ നോക്കുമ്പോൾ ചായ ഇങ്ങനെ ആറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇവിടെ ചായ മീറ്റർ കണക്കാക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ സായിപ്പും മാതാമിയും പറഞ്ഞു പ്ലീസ് 2 മീറ്റർ ടീ ആണെന്ന് വരും. 2 മീറ്റർ ചായ ആണെന്ന്. ചായ പറഞ്ഞു കൊടുക്കുമ്പോൾ കടി കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് നോക്കുമ്പം എന്താ നിങ്ങൾ കടി കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പം മാതാമ ഇതെടുത്തിട്ടൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെറുപയർ. നോക്കുമ്പോൾ എന്താണ് ഈ കടി? സുഗീനാണ്. ഇതിന് പൊട്ടിച്ചു നോക്കുമ്പോൾ ചെറുപയർ. അപ്പോൾ മൂപ്പത്തി എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെ മൂടി. ഇതൊക്കെ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് നിറച്ചത് എന്ന് നോക്കി. പുറത്തൊരു ഓട്ടയും കൂടി കാണുന്നില്ലല്ലോ. ഒരു ഓട്ട പുറത്തുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതൊക്കെ നിറച്ചും ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ മലപ്പുറത്തെ ഇവർ വല്ലാത്ത ബുദ്ധി തന്നെയാണ്. അല്ലാഹു റബ്ബി. സായിപ്പും മാതാമിയും കൂടി അത് കഴിച്ച് പുതിയ 2 സുഗീനും വാങ്ങി ഒരു അമേരിക്കയിൽ പോയിക്കണേ. റിസൾട്ട് കിട്ടിയാൽ ഞാൻ പിന്നെയും വരണ്ട ഇവിടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുഗീൻ്റെ ഉള്ളിൽ എങ്ങനെ ചെറുപയർ നിറച്ചത് എന്ന് ആലോചിക്കാൻ എന്ന മാതിരി നമ്മളിവിടെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കണം. എങ്ങനെയാണ് കോഴിമുട്ടക്ക് ഒരു ഓട്ടമുണ്ടോ? ഉമ്മാന്റെ വയറിലേക്ക് പുറത്തുനിന്നൊരു ദ്വാരമുണ്ടോ? എങ്ങനെ വായു കിട്ടി? എങ്ങനെ വെള്ളം കിട്ടി? എങ്ങനെ ജീവൻ നിലനിർത്തി? എന്നാൽ കോഴിമുട്ടക്കുള്ളിൽ കുഞ്ഞിനെ പോറ്റാൻ സാധിക്കുന്ന റബ്ബ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മെ 10 വർഷം പോറ്റാൻ സാധിച്ച റബ്ബ്, ആ ഖബറിനുള്ളിൽ കിടക്കുന്ന ആൾക്ക് വേണ്ട വായു, അവിടേക്ക് വേണ്ട ഭക്ഷണം, അവിടേക്ക് വേണ്ട സൗകര്യം, അത് കൊടുക്കാൻ റബ്ബിനെ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട. അത് കൊടുക്കാൻ റബ്ബിനെ ആരും ക്ലാസ് എടുത്തു കൊടുക്കണ്ട. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നെ പോറ്റിയെങ്കിൽ ഖബറാകുന്ന മണ്ണറയിൽ നിന്നെ പോറ്റാൻ അള്ളാഹുവിനറിയാം. അത് റൂഹിന്റെ ലോകമാണ്, അത് ആത്മാവിന്റെ ലോകമാണ്. നാളെ ഏതോ ഒരു ഉസ്താദ് പള്ളിക്കന്ന് ദ്വാരുന്നു, ബാപ്പാന്റെ ഖബർ അള്ളാഹു വിശാലാക്കട്ടെ. അപ്പോൾ ഒരു കുട്ടി റൂമിൽ പോയിട്ട് ചോദിച്ചു, ഖബർ വിശാലമായ മൂടുകല്ല് മേത്തേക്ക് കൂലി ചോദിച്ചു. അല്ലാഹു റബ്ബി. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ കൊക്കലാമത്തിൻ്റെ ചോദ്യമാണ് എല്ലാവരും എത്തും. ഏതില്ല ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാൻ ആരുമില്ല. തന്നെ ഞാൻ പാതിരാക്ക് ഉറങ്ങാണ് 2:30 മണിയൊക്കെ. അപ്പോൾ ഒരു ചങ്ങായി എന്നെ ഫോൺ ചെയ്തു. ഹലോ, കൂറ്റമ്പാറ ഉസ്താദല്ലേ എന്ന് വെച്ചാൽ ഉസ്താദ് ഒരു സംശയം ചോദിക്കാണ്ട് തന്നെയാണ്. പാതിരാക്ക് 2:30 അവൻ്റെ സംശയം. അപ്പം ഞാൻ വിചാരിച്ചപ്പം സംശയിച്ച് മരിച്ചണ്ട, അവൻ ചോദിച്ചോട്ടെ തന്നെയാണ്. അപ്പം എന്താ മോനെ എന്ന് വെച്ചു. ഉസ്താദ് ഇബിലീസ് ആണാ പെണ്ണാന്ന്.
നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഞാൻ അല്ലെങ്കിൽ തന്നെ 1 മണി 1:30 പോയി കിടക്കാൻ. ആ പോകാനൊക്കെയുള്ള സംശയം. ഞാൻ പറഞ്ഞു ഇജ്ജാണ് കല്യാണം കഴിച്ചാളാം, എന്നാൽ നമുക്ക് വിവരം അറിയാലോ. അല്ലാണ്ട് എന്താ അവനോട് പറയാം? ആവശ്യമുള്ളതല്ല ചോദിക്കലിപ്പോൾ. അപ്പോൾ ആ കുട്ടിക്ക് സംശയം, എന്ത് ഖബർ വിശാലമാക്കിയാൽ നമ്മൾ കല്ലുമേത്ത് കൂക്കൂലേ? അല്ലാഹു റബ്ബി. എന്തുകൊണ്ട്? അല്പബുദ്ധി കൊണ്ട് ചിന്തിക്കുക. അള്ളാഹിന്റെ ആത്മീയ ലോകം, ആ ലോകത്ത് ശാസ്ത്രവും അറിയില്ല, മതവും അറിയില്ല. അപ്പ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കടന്നപ്പോൾ എത്രയുണ്ട്? 3 ഇഞ്ച് വീതിയും 6 ഇഞ്ച് വലിപ്പവും, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ 11 ഇഞ്ച്, അതാണല്ലോ ഗർഭാശയം. അതിൽ കടന്നുകൊണ്ട് വളർന്നപ്പോൾ ഗർഭാശയം വിശാലമായി 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 വിശാലമായി. എത്ര കുട്ടികളാണ് ഒരു ഗർഭാശയത്തിൽ? ഒരു കുട്ടി പ്രസവിക്കാനായപ്പോൾ എത്ര കിലോ? 2.5 കിലോ 3 കിലോ അല്ലേ? ഗർഭാശയം വിശാലമായി. ഉമ്മാന്റെ പള്ള പൊട്ടിയോ? ഇന്നിപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി. അപ്പോൾ ആ വീട്ടിൽ നോക്കുമ്പോൾ കുട്ടികൾ 3 8ാം ക്ലാസ്സിൽ, 3 8ാം ക്ലാസ്സിൽ. ഇപ്പം ഞാൻ ചോദിച്ചു, ഒരു വീട്ടിൽ തന്നെ ഒരാൾ 3 കുട്ടികൾ 8ാം ക്ലാസ്സിൽ. ഇപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയുള്ള 3 8ാം ക്ലാസ്? ഞങ്ങൾ 3 ഒറ്റ പ്രസവത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഒരു പ്രസവത്തിൽ 3 കുട്ടികൾ, 3 കുട്ടികൾ ഗർഭാശയത്തിൽ നിന്നിട്ട് ഗർഭാശയം വിശാലമായി. പള്ള പൊട്ടിയോ? എന്നാ ഉഷാറായിട്ട് ഇതായിരുന്നോ? വാപ്പാൻ്റെ ഖബറല്ല വിശാലമാക്കട്ടെ, മൂടുകല്ല് പോകുന്ന പഠിക്കാൻ നിൽക്കണ്ട. എന്തുകൊണ്ട് നമുക്കിതൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മീയ ലോകവും പഠിക്കണില്ല, ശാസ്ത്രീയ ലോകവും പഠിക്കണില്ല, ഒരു വിഷയം പഠിക്കണില്ല. ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല, ഇസ്ലാമല്ല. ആളുകളെ വഴി തെറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആത്മാവ് വെച്ചിട്ടുണ്ട്, ശരീരം വെച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇവിടത്തെ വായു, ഇവിടത്തെ വെള്ളം, ഇവിടത്തെ വെളിച്ചം, ഇവിടത്തെ ചെയർ, ഇവിടത്തെ കട്ടിലൊക്കെ ആവശ്യമായി വരും. ഖബറാകുന്ന വീട്ടിലേക്ക് വരുന്നതോടുകൂടെ അവിടേക്കാണ്. ഏതുപോലെ ഗർഭാശയത്തിൽ താമസിച്ചപ്പോൾ അതിനനുസരിച്ചാണ് വായുവും വെള്ളവും കിട്ടിയത്. ഗർഭാശയത്തിന് നമുക്ക് പട്ടിണിയായോ? ഇത് നിങ്ങൾക്കൊരു സംശയം, വല്ല ബുദ്ധിമുട്ടുണ്ട് അവിടെ? ഗർഭാശയത്തിൽ നമ്മൾ എത്ര സുഖമായിട്ടാണ് താമസിക്കുന്നത് അല്ലേ? നമുക്ക് പോരാൻ പൂതി ഉണ്ടായിട്ടല്ല. പിന്നെന്തായി? ഉമ്മാക്കൊരു പ്രസവ വേദന തുടങ്ങി, പോരല്ലാതെ കോലല്ല. ഇതേ അവസ്ഥ ഇനി നാളെ വരാനുണ്ട്. ഖബറാകുന്ന വീട്ടിലേക്ക് നമ്മളങ്ങോട്ട് പോയി കടക്കുമ്പോൾ നല്ല ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ അവർ ഖബറിലേക്കാണ് ചെന്നാൽ അവിടെ സ്വീകരണമാണ്. ഗർഭാശയം എന്നതൊരു മിനി സ്വർഗമാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. കുട്ടി ഗർഭാശയത്തിലൊരു സ്വർഗത്തിൽ വളരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഭർത്താക്കന്മാരോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇസ്ലാം മറ്റുള്ളവരോട് പറഞ്ഞത്, നിങ്ങളെ ഭാര്യക്കോ മോൾക്കോ പെങ്ങൾക്കോ ഉമ്മാക്കോ ആർക്ക് ഗർഭമായാലും ഗർഭിണിയോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറരുത്. ഗർഭിണിയെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത്, ഗർഭിണിയെ വേദനിപ്പിക്കരുത്, ഗർഭിണിക്ക് വിഷമം തോന്നുന്ന ഒരു വാക്ക് പറയരുത്. ഗർഭിണികളോട് ഇസ്ലാം പറയുന്നുണ്ട്, ഗർഭിണികൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കണം, ഗർഭിണികൾ നല്ല സ്ഥലത്ത് താമസിക്കണം, മലിനമായ വസ്ത്രം ധരിക്കരുത്. ഗർഭിണി ഒരു മീൻ നന്നാക്കിയ മറ്റൊക്കെ ചെയ്താൽ വേഗം കഴുകി വൃത്തിയാക്കണം. ഗർഭിണി ഇപ്പൊ പ്രസവിച്ച കുട്ടിനെ മുകളിലെ കുട്ടിയുണ്ട്, ആ കുട്ടിനെ എടുക്കലും മൂത്രമൊഴിക്കലും മറ്റൊക്കെ വേഗം കഴുകി വൃത്തിയാക്കണം. ഗർഭിണി ശരീരം അശുദ്ധമായി നിൽക്കരുത്. എന്തുകൊണ്ട്? ഗർഭത്തിൽ നല്ലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ഗർഭിണി മോശമായ വാക്കുകൾ പറയരുത്. എന്തുകൊണ്ട്? ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കേൾവി ശക്തിയാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവിയാണ്. ഈ ലോകത്തോട് മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞ ആയത്തിലൊക്കെ എന്താ പറഞ്ഞത്? ഇന്ന സമഅ, ആയത്തിലൊക്കെ പറഞ്ഞത് ആദ്യം കേൾവിയാണ്. ഗർഭാശയത്തിൽ വെച്ച് കേൾവി തുടങ്ങും. 4-ാം മാസം കഴിഞ്ഞാൽ മരിച്ച് കാലിന് എല്ലാം അബോധാവസ്ഥയിലാണ്. കാല് അനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. എന്നാലും നമ്മൾ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? കേൾവി അവസാനിച്ചിട്ടില്ല. ഒരു കുട്ടി ഗർഭാശയത്തിന് ഭൂമിക്ക് വന്നാൽ ആദ്യം തുടങ്ങും കേൾവി, അല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. അപ്പൊ ഇത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഗർഭിണിയുടെ വയറ്റിലൊരു കുട്ടി വളരും. ഗർഭിണികളെ നിങ്ങൾ നല്ല പോലെ ആയത്തുൽ കുർസി ഓതണം, നല്ല പോലെ സ്വലാത്ത് ചൊല്ലണം, നല്ല പോലെ ഖുർആൻ ഓതണം. എന്തുകൊണ്ട്? നിങ്ങൾ ചൊല്ലുന്ന ഖുർആൻ കുട്ടി കേൾക്കുന്നുണ്ട്.
അങ്ങനെ ഗർഭം മുതൽക്കേ ഒരു മനുഷ്യന് അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ആദരവ് മരണത്തോടുകൂടെ വർദ്ധിക്കുകയാണ്. പക്ഷെ എന്തു വേണം? ജീവിതകാലത്ത് നല്ലത് ചെയ്തവർക്ക് അവിടെ എത്തുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. എന്താ സംഗതി? ഗർഭാശയത്തിലൊക്കെ ഫ്രീ ആണ് അല്ലേ? നമ്മളെ കണ്ണ് എവിടെ നിന്ന് കിട്ടിയതാ? ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് കിട്ടിയതാ? പൈസ കൊടുത്തീനോ? ഇല്ല. ഇവിടെ വന്ന് ചികിത്സിക്കാൻ നോക്കിയാൽ എത്ര രൂപ വേണം? അതാ വിലപിടിപ്പുള്ള കണ്ണ് ഗർഭാശയത്തിൽ ഫ്രീ കിട്ടിയതാ. അതൊരു മിനി സ്വർഗാണ്. അങ്ങനെ എല്ലാ സാധനവും ഗർഭാശയത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഖബറിലേക്കാണ് ചെന്നാൽ ₹1 മുതൽ വെറുതെ കിട്ടൂല. ₹1 മുതൽ വെറുതെ കിട്ടൂല. അതാണ് വ്യത്യാസം. അവിടെ പിന്നെ കിട്ടുക ഏതാണ്? അവിടെ കിട്ടുന്നത് ഭൂമിയിൽ എന്താണോ നന്മ ചെയ്തത് അതിന്റെ പ്രതിഫലമാണ് കിട്ടുക. അത് വിചാരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർ